ഗ്രാസ് റൂട്ട്സ് എംപവർമെൻറ്റിൻ്റെയും ഫൗണ്ടർ ഡയറക്ടറായിട്ടുള്ള മമ്മു സാഹിബ്, അഡ്വക്കേറ്റ് എസ് മമ്മു അവർകൾ നിങ്ങൾക്ക് പരിചിതനായിരിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് എസ് മമ്മു സാഹിബ് ഒരു അതിശയമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ വർഷം ഇതേ മാസത്തിലാണ് നാം നിക്ഷേപ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് നാം വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം സംബന്ധിച്ചിരുന്നു. നമ്മുടെ നിക്ഷേപ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിലും ആദരണീയനായ മമ്മു സാഹിബിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു അതിശയമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, അന്ന് അതായത് ഒരു വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, 161-ാമത്തെ മഹല്ലിലാണ് ഞാൻ വരുന്നത് എന്ന്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. മമ്മു സാഹിബ് പറഞ്ഞിരുന്നു, 161-ാമത്തെ മഹല്ലിൻ്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന്. ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. തുടർന്ന് മുന്നോട്ട് പോയി എത്രയോ മഹല്ലുകളുടെ ശാക്തീകരണത്തിന് ഭാഗമാക്കായിട്ടുള്ള നമ്മുടെ ആദരണീയനായ മമ്മു സാഹിബിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇന്ന് നാം ഇവിടെ ചെയ്തിട്ടുള്ള പച്ചക്കറി വിതരണൻ്റെ ഉദ്ഘാടനമൊക്കെ, ഇതിൻ്റെയൊക്കെ മാർഗനിർദ്ദേശം നമുക്ക് ലഭിച്ചത് അഡ്വക്കേറ്റ് എസ് മമ്മു സാഹിബിൽ നിന്നായിരുന്നു. അതായത് പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്വന്തമായൊരു അടുക്കളത്തോട്ടം എന്ന ആശയം നമ്മുടെ മുന്നിൽ വെച്ചിരുന്നത്, അതിനുള്ള വഴികാട്ടിയായിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മു സാഹിബായിരുന്നു. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ സെഷനിൽ മാതൃകാ മഹലിൻ്റെ പുനഃസൃഷ്ടി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു പ്രഭാഷണം നമുക്ക് ലഭിക്കും. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള തലങ്ങളിലേക്ക് അദ്ദേഹം പോകുമെന്നത് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞാൽ നമുക്ക് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ചൈതന്യം ലഭിക്കുമെന്നത് ഉറപ്പാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ചടങ്ങിൽ അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കുയിമ്പൽ കുഞ്ഞബ്ദുള്ള ഹാജി സാഹിബാണ്. അദ്ദേഹം പറയുന്നത്, സമയം നഷ്ടമാവരുത്, നേരെ മമ്മു സാഹിബിനെ ക്ഷണിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപ്രകാരം ഏറെ വിനയത്തോടെ നമ്മുടെ ആദരണീയനായ മമ്മു സാഹിബിനെ, അഡ്വക്കേറ്റ് എസ് മമ്മു സാഹിബിനെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ കൂടി സന്നിഹിതനായ ഒരു വേദിയിലാണ് മഹൽ ശാക്തീകരണത്തിൻ്റെ വ്യത്യസ്ത വശങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നിരുന്നു. ആ വന്ന സമയത്ത് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഒരു പ്രസംഗം എന്നുള്ള നിലയ്ക്ക് ഇനി ഈ മഹലിൽ പ്രസംഗിക്കാൻ ഞാൻ വരില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വന്നത് വീണ്ടും ഒരു പ്രസംഗം നടത്താനല്ല. അങ്ങനെ പ്രസംഗിക്കാൻ ഞാനും, ദൂരെ നിന്നിട്ടാണെങ്കിൽ കേൾക്കാൻ നിങ്ങളും ആ ഒരാശയത്തോട് യോജിപ്പില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ ഒരു പ്രവർത്തന രീതി. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്, മക്കൾ അവരോടൊന്നും മാറാൻ പറഞ്ഞു. എനിക്കെന്തറിയോ, എനിക്കത് നടക്കില്ല, പ്രസംഗം നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. അവർ കളിച്ചോട്ടെ, അവർ കളിക്കേണ്ട പ്രായമല്ലേ. നമ്മൾ അവരെ പിടിച്ച് മുമ്പിൽ എത്തിയിട്ട് വെറുതെ കഷ്ടപ്പെടുന്നു. യഥാർത്ഥത്തിൽ മഹൽ ശാക്തീകരണം എന്നുള്ള ഒരു ആശയത്തെ നെഞ്ചിലേറ്റിയവരാണ് നിങ്ങൾ. ഞാൻ ഒരുപാട് വ്യക്തിപരമായി നിങ്ങളോട് കടപ്പെട്ടവരുമാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷം മുമ്പ്
നമ്മൾ ചില ആശയങ്ങളൊക്കെ പരസ്പരം കൈമാറിയിരുന്നു. അതിനു മുമ്പ് ഏതാണ്ടൊരു 10 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് നിങ്ങളൊരു മാമാങ്കം, ഒരു മഹാസമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനങ്ങളിൽ നിന്നും മാറി വ്യത്യസ്തമായ ശൈലിയിൽ ഈ മഹലിൻ്റെ നവീകരണ ആശയങ്ങളെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചന ബഹുമാന്യനായ നിങ്ങളുടെ പ്രസിഡൻറ്റും വളരെ ഊർജ്ജസ്വലനായ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ സജീവമായി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ നമ്മൾ മദ്രസയിൽ ഒത്തുകൂടിയത്. പക്ഷെ ഒരു വർഷം കൊണ്ട് കർമ്മരംഗത്ത് നിങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ 13 ഞാൻ പ്രസംഗിക്കാനേ വന്നതല്ല, എനിക്ക് പ്രസംഗിക്കേണ്ട ആഗ്രഹവുമില്ല. പക്ഷെ കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിങ്ങളാണ് പറയേണ്ടത്. കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങൾ നടത്തിയ അത്ഭുതകരമായ പ്രവർത്തനത്തിൻ്റെ ഗുണഫലങ്ങൾ അത് വരാനിരിക്കുന്ന ഒരു സമൂഹം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കാതോർക്കുകയാണ്. നിങ്ങളിവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ ശ്രദ്ധാപൂർവം വിലയിരുത്തി അടുത്ത മഹലിലേക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു മഹലുകളിൽ നിന്ന് ആളുകളും വന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരു പഞ്ചായത്തിലെ വാർഡ് മെമ്പർ എന്നുള്ള നിലക്ക് ഒരു മഹൽ സംവിധാനത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് നടത്തുന്ന മനുഷ്യ നന്മയെ പ്രചോദിപ്പിക്കുന്ന ആശയ സംവിധാനങ്ങൾ അദ്ദേഹത്തെ പോലുള്ള മെമ്പർമാർക്ക് അവരുടെ വാർഡുകളിൽ മതജാതി വ്യത്യാസമില്ലാതെ നടപ്പിലാക്കാൻ സാധിക്കുന്ന പദ്ധതികളാണ് മഹൽശാക്തി കൊണ്ടാണ് നടത്തുന്നത്. ഇപ്പോൾ ഹരിത മേഖലകളിൽ ഒരു ഹരിതമായ അന്തരീക്ഷം ഈ മഹലിൽ പച്ചപ്പില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വിഷരഹിതമായ പച്ചക്കറി സംവിധാനത്തിലൂടെ പരിസര മഹല്ലുകൾക്ക് മാതൃകയാക്കാൻ നിങ്ങൾ ശ്രമം നടത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മെമ്പറുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു കാര്യം പറയാം. മലപ്പുറം ജില്ലയിലൊരു വാർഡുണ്ട്, ഐന്തൂർ എന്നാണ് ആ മഹലിൻ്റെ പേര്. ആ മഹലിലെ വാർഡ് 7 കളരി വാർഡാണ്. ഐന്തൂർ മഹൽ എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രം സ്വാധീനമുള്ളൊരു മഹലാണ്. ഒരു വനിത അവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വകയിലുള്ള ഒരു സുന്നി വനിത മാത്രമാണ് ആ മഹലിലുള്ളത്. പക്ഷെ അവിടെയും 2017 അവിടെ പോകാനും അവിടെ ഒരു മാതൃകാ വാർഡിൻ്റെ പുനഃസൃഷ്ടി എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നത്തെ എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ലുഖ്മാൻ്റെ നേതൃത്വത്തിൽ അന്ന് അവിടെ നടത്തിയ ശ്രമകരമായ ഒരു അധ്യായമുണ്ടായിരുന്നു. ആ വാർഡ് മെമ്പറുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ചുകൊണ്ട് 5 കൊല്ലക്കാലം കൊണ്ട് ആ വാർഡിൽ 5 കോടിയുടെ വികസന പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി. ആ വാർഡിൽ ഹരിജനങ്ങളുണ്ട്, ഒരൽപ്പം ആദിവാസി സ്വഭാവമുള്ള സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗക്കാരുണ്ട്. ആ വാർഡിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ അടുക്കളത്തോട്ടത്തിൻ്റെ മഹിമ കേരള സംസ്ഥാനത്തിന് മാതൃകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഐന്തൂർ എന്ന് പറയുന്ന ഒരു മഹൽ സംവിധാനത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം മെമ്പറായ 7 കളരി വാർഡിൽ 5 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറയുന്നത് കേവലമായ റോഡും തോടും പാലവുമല്ല, മറിച്ച് അവിടെ ഞാൻ പലപ്പോഴും ഞാനത് ആസ്വദിക്കാറുണ്ട്. കിടക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഞാനതിങ്ങനെ റീവൈൻഡ് ചെയ്ത് ആലോചിക്കാറുണ്ട്. എന്താണെന്നറിയോ, അവിടെ ഒരു ജാതി മതഭേദ, മലപ്പുറം ജില്ല എന്ന് പറയുന്ന എല്ലാ മതക്കാർക്കും വളരെ ഐശ്വര്യമായി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പരസ്പര സ്നേഹത്തോടുകൂടി പരസ്പര വിശ്വാസത്തിൻ്റെ പരമരമണീയമായ ഹൃദയവികാരങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മണ്ണിൽ, ആ മണ്ണിനെ കളങ്കപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവരത് ശ്രദ്ധിക്കുന്നേയില്ല. ആ വാർഡിലാണ് അന്നത്തെ BJPയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആ വാർഡിലായിരുന്നു. അദ്ദേഹം അടക്കം ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഞാനിപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം, ഒരു കുഞ്ഞിരാമൻ്റെ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്താൽ
നബീസയുടെ വീട്ടിലേക്ക് ആ പച്ചക്കറിയുടെ അംശം എത്തും. നബീസയുടെ വീട്ടിലുണ്ടാക്കുന്ന വെണ്ടക്ക അപ്പുറത്തെ ദാക്ഷായണിയുടെ വീട്ടിലേക്ക് എത്തും. അങ്ങനെ ഓരോ വീടുകളിലെ 5 സെന്റ് പോലും വിസ്തൃതമല്ലാത്ത സ്ഥലങ്ങളിൽ അവർ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ മഹലിലാകെ, ആ വാർഡിലാകെ നടത്തിയ പച്ചക്കറി കൃഷി, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ 17ഓളം പദ്ധതികൾ, ഞാനത് വിശദീകരിക്കുന്നില്ല. ആ പദ്ധതികൾ ഒരു വാർഡിൽ നടത്തിക്കൊണ്ട് ഒരു മാതൃകാ വാർഡിൻ്റെ പുനഃസൃഷ്ടി എന്നുള്ള ഒരു ആലോചന നടത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു മഹല്ല് നടത്തുന്ന കേവലമായ ഒരു മതവിഭാഗത്തിൻ്റെ ആചാര വിശ്വാസ തരങ്ങളിലുള്ള ഒരു നവോത്ഥാനമല്ല ഈ മഹൽ ശാക്തീകരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ മഹലിൽ താമസിക്കുന്ന ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യ നന്മയുടെ മുഖം അത് സുന്ദരമായി വിരിഞ്ഞു കാണാനുള്ളൊരു മോഹമാണ് യഥാർത്ഥത്തിൽ മഹല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളുണ്ടാക്കി, നമ്മൾ പ്രവർത്തനം നടത്തി, അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് അല്ല മഹൽ ശാക്തീകരണത്തിൻ്റെത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നതിനപ്പുറം നേരത്തെ ഇവിടെ പങ്കെടുത്ത എത്ര ഈ കോർഡിനേറ്റർമാരിൽ എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കാമോ? കൈവക്കാം. ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തിനിടയിൽ മഹൽ ശാക്തീകരണം എന്നുള്ള ആശയം നമ്മൾ ജ്വലിപ്പിച്ചെടുത്തപ്പോൾ ആ ആശയത്തിൻ്റെ കൈവഴികളിൽ നിങ്ങളുടെ മനസ്സ് എന്തുമാത്രം പങ്കാളിയായിട്ടുണ്ട്? ഇത്തക്കാൾ ഉച്ചാറായെന്നും പറഞ്ഞിട്ട് എന്നെ അങ്ങ് യാത്ര അയച്ചുകൊണ്ട് എനിക്ക് ഒരു കാര്യമില്ല, ഒരു സന്തോഷമില്ല. പക്ഷേ ഞാൻ അങ്ങ് അവിടെ ദൂരെ നിന്നുകൊണ്ട് ഞാൻ ഏറെ സന്തോഷിച്ചൊരു സംഭവമുണ്ട്. എന്തറിയോ? അതുകൊണ്ടല്ലെങ്കിൽ പോലും പച്ചക്കറി കൃഷി കാർഷിക രംഗത്ത് 60 പിന്നിട്ട ഒരു സഹോദരിക്ക് നിങ്ങളെല്ലാവരെയും ആവേശഭരിതരാക്കിക്കൊണ്ടുള്ള ഒരു സമ്മാനം ലഭിച്ചതിൻ്റെ അർഹത ലഭിച്ചത് നിങ്ങളെല്ലാവരും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുമ്പോൾ അങ്ങ് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ എൻ്റെ സന്തോഷാധിക്യത്തിൻ്റെ അലമാലകൾ കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം തുടിക്കുകയായിരുന്നു. പറഞ്ഞോളൂ. കഴിഞ്ഞ വർഷം സാർ ഇവിടെ വന്ന് പറഞ്ഞത് സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചാണ്. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 100% ഈ മഹല്ലുകാർ നെഞ്ചിലേറ്റി എന്ന് തന്നെ പറയാം. ഏകദേശം 10 ലക്ഷം രൂപയോളം ഞങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. വായ്പ കൊടുത്തു തുടങ്ങിയില്ലെങ്കിലും പലിശരഹിത വായ്പ എന്ന ആ മഹായാനത്തിൻ്റെ ഇതൊരു തുടക്കം തന്നെയാണ്. അത് മാഷ് തന്ന ക്ലാസ് 100% മനസ്സിൽ ആയതുകൊണ്ട്, മനസ്സിൽ ഉറപ്പിച്ചതുകൊണ്ടാണ്. അത് മഹല്ല് കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയും നാട്ടുകാരുടെയും സഹോദരിമാരുടെയും പൂർണ്ണ പിന്തുണയും പ്രത്യാശയും ഉണ്ട്. ഈ മഹലിൻ്റെ പൊതുവെയുള്ള കാഴ്ചപ്പാടിൽ സ്ത്രീകളുടെ പങ്കാളിത്തം അതിൽ എത്ര ശതമാനമുണ്ട്? ഈ ഒരു വർഷക്കാലം കൊണ്ട് ഒരു 100% തന്നെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും വീട്ടിന് പുറത്തിറങ്ങാതിരുന്ന സ്ത്രീകൾ ക്ലസ്റ്ററുകൾ എന്ന പേരുകൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മ ആയപ്പോൾ അവിടെ 20ഓ 22ഓ വീടുകൾ ചേർന്ന് കുടുംബിനികൾ യോഗത്തിൽ പങ്കെടുക്കുകയും കൃത്യമായ കണക്കവതരണവും വിവരശേഖരണവും ഒക്കെ നടന്നിട്ടുണ്ട്. അത്ഭുതകരമാണ് ആ ഒരു അനുബന്ധമായി ഈ യോഗം ചേരുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാ? വേറെ ആർക്കും പറയട്ടെ, വേറെ കോർഡിനേറ്റർമാർക്കുണ്ട്, അവർക്കും കൊടുത്തോളൂ, അവർക്കും പറയാം. ഇതല്ലാത്ത ഒരു ചർച്ചകളിലേക്ക് നിങ്ങൾ പോയത് പറയാം, തെറ്റൊന്നുമില്ല. ഇതിപ്പോൾ മാർക്കിടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശാക്തീകരണം പോയല്ലോ, പോരാ അങ്ങനെയല്ല, മറ്റൊരാൾക്കും പറയാമല്ലോ, അവരഭിപ്രായം തന്നെയല്ലോ. ഒരു സഹായമായിട്ട് എല്ലാവർക്കും പൈസ എല്ലാം എടുക്കാന്നുള്ളത് പറയുകയും ചെയ്തു. പൈസ അല്ലാത്ത ഞാൻ ചോദിച്ചു, പൈസൻ്റെ അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും സഹായമാണ്. നമ്മളുടെ കൂട്ടായ്മയിൽ നിങ്ങളിങ്ങനെ ആലോചിക്കുമല്ലോ, പണ്ടൊക്കെ നമ്മൾ അപ്പുറം ഇപ്പുറം പരദൂഷണല്ലേ പറയല്, അത് പറയാൻ പറ്റാത്ത ഒരു വേദിയാണല്ലോ നമ്മുടെ സംഗമം. ഓരോരുത്തരുടെ വിഷമങ്ങളും പറയാൻ പറഞ്ഞിക്കല്ലോ. ആ വിഷമങ്ങൾ പരിഹരിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളും മനസ്സിൽ നടക്കും. നടപ്പിലാക്കൽ പിന്നെ നടപ്പിലാക്കാം. ഈ പലിശരഹിതമല്ലാത്ത മറ്റേത് മേഖലകളിൽ നമുക്ക് കൈവക്കാൻ സാധിക്കും? പലിശരഹിതമല്ലാത്ത മറ്റേതെങ്കിലും മേഖലകളിലാണ് നമുക്ക് കൈവക്കാൻ സാധിക്കുക എന്നുള്ള അഭിപ്രായം എന്താ? വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് കുറേ ചെയ്യാനുണ്ട്. കാരണം ഞങ്ങളൊരു വിവരശേഖരണം നടത്തിയിരുന്നു. വെരി ഗുഡ്. അതൊരു ഒരുപാട് ഉന്നത വിദ്യാഭ്യാസം നേടിയ വനിതകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്കൂളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനൊരു പിന്തുണയും പിന്താങ്ങും ഇവരിൽ നിന്ന് തന്നെ എന്നുള്ള പ്രൊജക്റ്റ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്.
വെരി ഇൻഷാ ഗുഡ് അല്ലാ, വെരി ഗുഡ് വെരി വൈകാതെ അത് ഗുഡ്. നടക്കും. അല്ല, അത്തരം ഒരു പ്രൊജക്റ്റ് നിങ്ങൾ പിന്നെ മഹൽ ശാക്തീകരണ വേദിക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അതെ. ഒരുപാട് വിഷയങ്ങൾ എടുത്തിട്ട് നമ്മൾ ബുദ്ധിമുട്ടാണ്ട് ഇങ്ങനെ 2-3 പദ്ധതികൾ എടുക്കാം. നിങ്ങൾ പറഞ്ഞല്ലോ ഒരുപാട് പിന്നെ മൈക്ക് നിങ്ങൾ ഇരുന്നോളൂ. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ വിദ്യാഭ്യാസം എന്നുള്ളത്, ഞാൻ അതിലേക്ക് വരാം. വിദ്യാഭ്യാസ മേഖലകളിൽ ഇവിടെ ഏതാണ്ട് എത്ര വീടാണ് പുരുഷന്മാർക്ക് പറയാമോ? എത്ര വീടാണ്? ഞാൻ ഭാര്യകളോടല്ലേ ചോദിക്കുന്നത്. എത്ര വീടുണ്ട് നമ്മളെ മഹലിൽ? 246. എന്തൊരു ഷാർപ്പാണ് ആ കണക്ക്. അതാണ് വേണ്ടത്. ഈ 246 കുടുംബങ്ങളുള്ള ഈ മഹലിൽ നിലവിൽ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ അധ്യാപന രംഗത്തോ ജോലി ചെയ്യുന്നവർ എത്ര പേരുണ്ടാവും? നിങ്ങളെ എണ്ണാവുന്നതേ ഉള്ളൂ. ജോലി തന്നെ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിന്റെ കുഴപ്പമാണ്. അപ്പൊ അവരെ നമുക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. വരും തലമുറക്ക് നല്ലൊരു മാറ്റത്തിനായിട്ട് ഇക്കാലഘട്ടത്തിൽ നിലച്ചു പോയവരെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു ട്രസ്റ്റാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാൻ കാരണം. കോൺഫിഡൻസ്. യെസ് യെസ്. ഞാൻ ചോദിക്കുന്ന അങ്ങനെയല്ല. ഞാൻ വരുന്നൊരു ഇത് 246 വീടുകൾ ഇരുന്നോളൂ. ഞാൻ ജനിച്ചതും വളർന്നതുമായ മഹലിൽ അന്ന് ഏതാണ്ട് ഒരു 300-350 വീടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 525 വീടുണ്ട് ആ മഹലിൽ. ചുഴലി എന്നാണ് ആ മഹലിൻ്റെ പേര്. ആ മഹലിൽ 525 വീടുകളുള്ള ആ മഹലിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരു ചെറിയൊരു ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് വായിച്ചോട്ടെ. ഞാൻ പറഞ്ഞുതരാം. ബാങ്ക് ഉദ്യോഗസ്ഥന്മാരായിട്ട് 3 പേരുണ്ട്, ബാങ്കിൽ മാനേജറും മറ്റുമായിട്ട്. ഞാനടക്കം 5 വക്കീലന്മാരുണ്ട്. ഏതാണ്ട് വിശദീകരിക്കുന്നില്ല, 7 എഞ്ചിനീയർമാരുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് മറ്റുള്ള എഞ്ചിനീയർമാർ, ആർക്കിടെക്ചർ ഉൾപ്പെടെ. 2 ഡോക്ടർമാരുണ്ട്. അധ്യാപകരായിട്ട് 16 പേരുണ്ട്. പോലീസ് സർവീസിൽ SIമാരായിട്ടും ASIമാരായിട്ടും പിന്നെ DYSP റാങ്കിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലൊക്കെയുള്ള ഏതാണ്ട് 10 പേര്, ഏതാണ്ടല്ല 10 പേരുണ്ട്. KSEBയിൽ ലൈൻമാൻ മുതൽ മുകളിലോട്ടുള്ളവരായിട്ട് 6 പേരുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റ് ഓരോ തലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് 8 പേരുണ്ട്. പിന്നെ പഞ്ചായത്ത് സർവീസിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ 5 പേരുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ ക്ഷേമ വകുപ്പുണ്ട്, ആ വകുപ്പിൽ 4 പേരുണ്ട്. അതിൽ 2 പേർ പെണ്ണുങ്ങളാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 6 പേരുണ്ട്. ജുഡീഷ്യൽ സർവീസിൽ 2 പേരുണ്ട്, 2 എൻ്റെ മരുമക്കളാണ്. പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് പേര് വായിച്ചിട്ട് സമയപ്പെടുന്നില്ല. ഉദാഹരണം പറയാം, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിഷറീസ്, ഇൻഡസ്ട്രീസ്, ST ഡെവലപ്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചറൽ, സോയിൽ കൺസർവേഷൻ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, സിവിൽ സപ്ലൈസ്, ലോട്ടറി, എയർഫോഴ്സ്, അതുപോലെ തന്നെ LGS ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങൾ പഞ്ചായത്തിൽ അറിയാം, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആയിട്ട് 15 പേരുണ്ട്. 15 പേർ. ഇതുകൊണ്ട് ഞാൻ കുട്ടികളെ മാറ്റാൻ പറഞ്ഞത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് പുറമെ ഡിഗ്രി പാസ്സായവരായിട്ട്, ഡിഗ്രി പാസ്സായി ഗൾഫിലും മറ്റുമായിട്ടുള്ളതിൽ 64 പേരുണ്ട് ഡിഗ്രി പാസ്സായവരായിട്ട്. കൂട്ടത്തിൽ പറയട്ടെ, 13 ഖത്തീബുമാരുണ്ട്. MFE, MA ദൈവബന്ദ്, നമ്മളെ ചുഴലി അബ്ദുള്ള മൗലവി ഉൾപ്പെടെയുള്ള 13 ആളുകളുണ്ട്. 525 വീടേ ഉള്ളൂ. എങ്ങനെ സാധിച്ചു? ഈ സാധിച്ചത് നിങ്ങൾ പറഞ്ഞാൽ ഞാനീ പറയുന്നത്, ഇത് സാധിച്ച ഒരു മഹലിൻ്റെ ആലോചന നമ്മൾ നടത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറാകാൻ പോകുന്ന കൗൺസിലർ കോർഡിനേറ്ററുടെ വിശാലമായ ഒരാഗ്രഹത്തിൽ നിന്നൊന്ന് ഉരപൊന്നുന്നത് എന്താണെന്നറിയാൻ, ഞങ്ങൾക്കിവിടെ വളരണമെന്നാണ്. നിങ്ങൾ മാരത്തോൺ ഓടിയാലും അവിടെ എത്തില്ല. സാധാ നടന്നാൽ നിങ്ങളവിടെ എത്തില്ല. അവിടെ നിന്നൊന്ന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ 4 മിനിറ്റ് നേരം നിങ്ങളോട് അലറേണ്ടി വന്നു. അവിടെ നിന്ന് ഇവിടെ വരാൻ മറ്റൊന്നിനുമല്ല, മുമ്പിലിരുന്ന് ആളുകളുടെ മുഖാസ്വാദനത്തിന് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. നേരിട്ട് ആശയവിനിമയങ്ങൾ നടത്തുമ്പോഴുണ്ടാകുന്ന നമ്മുടെ പരമവിശ്വാസത്തിൻ്റെ ഒരു സൗഹൃദതലം വിരിയാനുണ്ട്. അത് ദൂരെ നിന്ന് കാണുന്നതും അടുത്ത് കാണുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിനു വേണ്ടിയിട്ട് പറഞ്ഞാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസ മേഖലയിൽ
ഞാൻ ഈ പറഞ്ഞ എൻ്റെ സ്വന്തം നാടിനെ വരാവുന്ന 4-5 കൊല്ലക്കാലം കൊണ്ട് അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ എത്തുമെന്ന് ദൃഢനിശ്ചയം ചെയ്ത് തക്ബീർ ചൊല്ലാൻ തയ്യാറാകുന്നവർ എത്ര പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? മാഷാ അല്ലാഹ്, ഒരൊറ്റ പുരുഷന്മാരും കൈവക്കില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ വിദ്യാഭ്യാസ മേഖലയെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. പ്രസംഗം നമുക്ക് വേണമെങ്കിൽ നടത്താം, അതൊരു നേരം പോക്കിന് നടത്താം. പക്ഷേ പണിയെടുക്കാൻ നമ്മളില്ല. ഇപ്പോൾ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ആളുകൾ റെഡിയാവും. സാമ്പത്തികത്തിനപ്പുറത്തേക്ക് നമ്മുടെ മേഖലകളെ കൊണ്ടുവരേണ്ടത്. ഞാൻ അന്ന് പറഞ്ഞ പോലെ, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് ആ വിശദമായി നിങ്ങളോട് പറയാൻ പറ്റുന്ന, എനിക്ക് ആ സമയത്ത് കഴിയില്ല. എത്ര പദ്ധതികളുണ്ടെന്നറിയോ? എത്ര പദ്ധതി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പറഞ്ഞാൽ മാത്രം നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയപ്പെട്ട മെമ്പറുടെ ശ്രദ്ധ കൂടി കൊണ്ട് പറയാം, ഒരു മഹലിൻ്റെ തട്ടകത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു മഹലിൽ നടത്തുന്ന പ്രഭാഷണങ്ങളെ നോക്കി, അല്ലെങ്കിൽ ആ മഹലിൽ നടത്തുന്ന ആരെങ്കിലും നടത്തുന്ന ഒരു തോന്നിയവാസങ്ങളെ നോക്കി ആ വിഭാഗത്തെയും ആ ആളുകളെയും കുറ്റപ്പെടുത്തുന്നവരുടെ മുഖത്ത് നോക്കി സംസാരിച്ചു കൊണ്ടല്ല, പ്രവർത്തനങ്ങൾ കൊണ്ട് മാതൃക കാണിക്കാനാണ് മഹലുകൾ മുന്നോട്ട് വന്നത്. അവിടെ ജാതിമത ഭേദമില്ല, വിശക്കുന്നവന് മതമില്ല, അതുപോലെ തന്നെ രോഗത്തിന് മതമില്ല. മതമില്ലാത്ത രോഗത്തെയും മതമില്ലാത്ത വിശപ്പിനെയും അതുപോലെ തന്നെ മതമില്ലാത്ത ദാരിദ്ര്യത്തെയും അതിനെ അകറ്റി മാറ്റാൻ മതത്തിൻ്റെ വിശാലമായ താല്പര്യത്തിനകത്ത് നിന്നുകൊണ്ട് വിശാലമായ ആഗ്രഹങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ പടച്ച തമ്പുരാൻ നമുക്ക് മാത്രം നൽകിയ മഹലിൻ്റെ ഈ അനുഗ്രഹത്തോടു കൂടി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പരിസരത്തുള്ളവർ ഏത് മതത്തിലാവട്ടെ, അവരുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ നെഞ്ചിലേക്ക് ഏറ്റുമ്പോൾ സ്വാഭാവികമായും, പ്രത്യേകിച്ച് ഇന്നത്തെ വർത്തമാനകാലത്ത് നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ വിശാലതലങ്ങളെ കെട്ടിപ്പടുക്കാൻ ഇത്തരം മഹലുകൾക്ക് സാധിക്കും. ഞാനതിന് ചെറിയൊരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ്. ഇതിൽ ഏത് നടപ്പിലാക്കണമെന്ന് പറയാനൊന്നും ഈ 1 മണിക്കൂർ കൊണ്ട് എനിക്കാവില്ല. പക്ഷേ എനിക്ക് സന്തോഷത്തോടു കൂടി കഴിഞ്ഞ 16 കൊല്ലക്കാലത്തിനിടയിൽ മഹലിൽ നടത്തിയ വിജയിച്ച 30 പദ്ധതികളെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പോലും ഞാൻ സന്തോഷിക്കുമ്പോൾ 30 പദ്ധതികൾ, വിജയിച്ച പദ്ധതികൾ കയ്യിലുള്ളപ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് ഒരു പദ്ധതി വിജയിക്കുമെന്ന് പറയാം. ഞാൻ വായിക്കാൻ വേണമെങ്കിൽ. ഒന്ന് നിങ്ങളിവിടെ തുടങ്ങിയിരിക്കുന്നതാണ്, ത്രിഫ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ സമാഹരണം നടത്തിയത്. അത് കഴിഞ്ഞിട്ട് നടത്തിയത് ഇൻട്രസ്റ്റ് ഫ്രീ ഫിനാൻഷ്യൽ ലോൺ, പലിശരഹിത സാമ്പത്തിക സഹായങ്ങൾ. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് മഹല് തുടങ്ങിയതാണ്. ഫാമിലി ബഡ്ജറ്റിംഗ്, അതുപോലെ തന്നെ ഗോട്ട് റിയറിംഗ്, ആട് വളർത്തൽ കേന്ദ്രം. പിന്നെ അത് കഴിഞ്ഞ് ഹെൽത്ത് മേഖലയിലേക്ക് കടന്നപ്പോൾ വാർഷിക തലങ്ങളിൽ മഹലിൻ്റെ പരിസരങ്ങളും എല്ലാം വൃത്തിയാക്കുന്നത്. ഇതുപോലെയൊന്നും ഈ ചായ കുടിച്ച പാത്രങ്ങളൊന്നും ഇരുന്ന് വലിച്ചെറിയില്ല. ഒരു ശാക്തീകൃത മഹലിൻ്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് ഇതുപോലെ ഒരൊറ്റ പാട്ടയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അതാണ് ആ മഹല്. മക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉമ്മയും ഉപ്പയും ചെയ്യുന്നുണ്ടെങ്കിൽ അതോടെ മാറ്റി വെക്കുമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബോക്സിലിടുന്ന മക്കളെ വളർത്തിയെടുക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഇടും പ്ലീസ് അവിടെ ഇടല്ല എന്ന് പറയുന്ന അവസ്ഥ. പിന്നെ കാരീസ് ഫ്രീ ജനറേഷൻ, അതായത് വായിലെ ക്യാൻസറിനെ സംബന്ധിച്ച് പഠനം നടത്തി ആ മഹലിലാകെ ഒരു സ്ഥലത്തും വായിൽ ക്യാൻസർ ഇല്ലാത്തവരാണെന്ന് പറയാവുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞപ്പോൾ കിഡ്നി ഏർലി ഇവാലുവേഷൻ, അതായത് വൃക്കരോഗ നിർണയ ക്യാമ്പ് നടത്തി വൃക്കരോഗത്തോട് വിട പറയാനും അകലം പാലിക്കാനും സാധിക്കുമാറ് ആ മഹലിനെ മാറ്റിയെടുക്കുക. അത് മാറ്റിയെടുക്കുമ്പോഴെന്താകേണ്ടി വരും? നമ്മളിപ്പോൾ വെച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ തോത് കുറയ്ക്കേണ്ടി വരും, അതിൻ്റെ എണ്ണ കുറയ്ക്കേണ്ടി വരും. എനിക്ക് ഏറെ സന്തോഷം തോന്നിയത് ഇന്ന് നമുക്ക് തന്ന സമൂസ ഞാൻ കണ്ടപ്പോൾ, ഒന്നത് വെജിറ്റബിളാണ്, രണ്ടെന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സമൂസ നമ്മൾ തിന്നു കഴിഞ്ഞാൽ ഒരു 4 എന്തെങ്കിലും വേണ്ടി ഇത് തുടക്കാൻ വേണ്ടി വരും. ഇതൊന്നും വേണ്ടി വന്നിട്ടില്ല. അത് തന്നെയാണ് ഈ തുടക്കത്തിൻ്റെ സന്തോഷകരമായ ഒരവസ്ഥ. ചിലപ്പോൾ നമുക്ക് തോന്നും ഇറച്ചി കിട്ടാത്തത് കൊണ്ട് പ്രയാസം തോന്നും. പക്ഷേ നാളെയും തിന്നാൻ മനുഷ്യൻ ബാക്കിയാകണമെങ്കിൽ ഇന്ന് തിന്നതിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് പറയാനൊരു മഹല്. അതുപോലത്തെ പിന്നെ വന്നപ്പോഴാണ് സ്റ്റഡി ഓൺ ഓറൽ ഹെൽത്ത് സ്റ്റാറ്റസ്, അത് ഓരോ പദ്ധതികളാണ്. അത് കഴിഞ്ഞപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞാണ് അല്ലേ, ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞാണല്ലോ. ഈ മഹലിൽ ബ്രസ്റ്റ് ക്യാൻസർ രോഗം പ്രയാസപ്പെടുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, അൽഹംദുലില്ലാ. പക്ഷേ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിക്കേണ്ട ഒരു അവസ്ഥയല്ല. കാരണം കേരളം എന്ന സംസ്ഥാനം കേരളം എന്ന സംസ്ഥാനം
ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ സ്തനാർബുദമുള്ള പ്രദേശമാണ്. സ്തനാർബുദം ആർക്കാണ് വരിക എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്തനാർബുദം ആർക്കാ വരിക എന്ന് ചോദിച്ചിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്നാൽ ഇപ്പോൾ ഒന്നും കൂടെ ചോദിക്കുക. സ്തനാർബുദം ആർക്കാ വരിക? ആർക്കാ വരിക ടീച്ചറെ? ആർക്കാ വരിക? അവിടെ ഫോൺ എടുത്തിട്ട് പറയാണ്ടുന്ന ആൾ ആർക്കാ വരിക? സ്ത്രീകൾക്ക് അല്ലേ? ആ അല്ലേ? ഉറപ്പന്നെ സ്ത്രീകൾക്കല്ലേ? സ്ത്രീകൾക്കല്ല എന്ന അഭിപ്രായമുള്ളവരൊന്ന് കൈവെക്കുമോ? അല്ല. താങ്ക് യു. ഇവിടെ ആർക്കാ വരിക? അതിന് നമുക്ക് ബാധകമല്ല. അല്ല, അപ്പുറാന്ന്, അതായത് ഇപ്പുറാന്ന്, അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതില്ല. പക്ഷേ കേരളത്തിൽ 8 മുതൽ 12% വരെ പുരുഷന്മാർക്ക് സ്തനാർബുദമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മഹല്ല് വേണം നമുക്ക്. കണ്ണുവഴിക്കുന്നുണ്ടോ? 8 മുതൽ 12% വരെ സ്തനാർബുദം പുരുഷന്മാർക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ബാങ്ക് മാനേജർ കുഞ്ഞിരാമൻ, മരിച്ചത് സ്തനാർബുദം കൊണ്ടാണ്. അപ്പോൾ ആ സ്തനാർബുദം വരുന്നത് പുരുഷന്മാർക്ക് എനിക്ക് ബാധകമല്ല. എന്തെങ്കിലും സാധാരണ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആരും വേണ്ടിയിട്ടില്ല. പക്ഷേ ആണുങ്ങളുടെ ഭാഗത്തേക്ക് ചോദിച്ചാൽ പറയില്ല, ഇങ്ങനെ പറയില്ല, എന്നാൽ അപ്പുറം നമ്മളെ ഭാഗത്തല്ല. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കാനെങ്കിലും ഒരു മഹല്ലും ഇവിടെ വേണം. അത് പറഞ്ഞു കൊടുക്കാൻ ഒരു മഹലിൻ്റെ തട്ടകത്തിൽ നിന്നുകൊണ്ട് അപ്പുറത്തുള്ള ഇതര സമുദായത്തിൻ്റെ ആളുകളെ കൂടി വിളിച്ചുകൊണ്ട് ഞാൻ 65-ലധികം സ്തനാർബുദ ടിപ്പുകൾ കേരളത്തിൻ്റെ മഹല്ലുകളിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു. നമുക്ക് വേണം. ഒരാളെ ഏർപ്പാടാക്കി തരാം. ഇതുപോലുള്ള വേദികളിൽ വേണം. ഒരു 1.5 മണിക്കൂർ പുരുഷന്മാർ വന്നിട്ടില്ലെങ്കിൽ പോഴ, കാരണം 8% ഉള്ളൂ, ബാക്കി സ്ത്രീകൾക്കാണ്. ഒരു 2 മണിക്കൂർ നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം നിങ്ങളുടെ കിടപ്പറയിൽ, നിങ്ങളുടെ കുളിമുറിയിലെ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് അർദ്ധനഗ്നയായി നിങ്ങളുടെ ഈ 2-3 വിരൽ, ഈ വിരൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മാറിടത്തിൽ ഒരു കൃത്യമായ തലങ്ങളിൽ ഇങ്ങനെ തടവി നോക്കിയാൽ, അങ്ങനെ തടവി നോക്കുമ്പോഴുണ്ടാകുന്ന വ്യതിചലനങ്ങളെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് അത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ്. ഞാൻ 63 ക്ലാസ്സുകൾ കേരളത്തിലെ മഹല്ലുകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നടപ്പിലാക്കിയ മഹല്ലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ, ഞാനത് അന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ, ഇങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് കഴിഞ്ഞ് കൃത്യമായി മാസാമാസം ഇത് നോക്കിയപ്പോൾ സംശയം തോന്നി. ഡോക്ടറെ കണ്ട് പരിശോധിച്ചപ്പോൾ 8% സ്തനാർബുദം വന്നു എന്ന് മനസ്സിലാക്കി. പിന്നീട് മാമോഗ്രാം എടുത്തു. 3 മാസം ചികിത്സിച്ചു. ചികിത്സയ്ക്ക് ശേഷം വീണ്ടും മാമോഗ്രാം എടുത്തപ്പോൾ ആ സ്ത്രീയുടെ രോഗം മാറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആ ഒരു സ്ത്രീയുടെ മുറിച്ചു മാറ്റപ്പെടേണ്ട മാർവിടത്തെ സുരക്ഷിതമാക്കാൻ ഒരു മഹല്ല് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ജാരിയായ സദഖയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനമെന്നാണ്. സാമ്പത്തികം നിങ്ങളൊരു ഭാഗത്തുണ്ടാകാം, അപ്പുറത്തെ വീട്ടിലെ ആളുകളുടെ വിദ്യാഭ്യാസ രംഗത്തും മറ്റേത് രംഗത്തും എന്തെങ്കിലും. ഇപ്പം നിങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? കൈവക്കാര എന്ത് ചെയ്യുന്നു? നിങ്ങളെന്താ, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയ വിഷയമാണ്. എങ്ങനെ മനസ്സിലാക്കിയതാ? കുറച്ച് വായിക്കും, അതുകൊണ്ട് അങ്ങനെ വായനയിലൂടെ അറിഞ്ഞത്. കുറച്ചും കൂടെ വായന കൂട്ടിക്കൂടെ? മാഷാ അല്ലാഹ്. അല്ല, അപ്പോൾ കൂടുതൽ അറിവുകളിലേക്ക് വരുന്നതാണ്. നിങ്ങളെടുക്കുന്ന അറിവുകളാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രസരിക്കുക. പക്ഷേ എനിക്കൊരു സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കൊല്ലമായിട്ട് നിങ്ങളെ കണവന്മാരെ നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന പരസഹായത്തിൻ്റെയും പരസ്പര സൗഹൃദത്തിൻ്റെയും തലങ്ങളെ വികസിപ്പിച്ചെടുക്കണമെന്ന് നിങ്ങളെ മനസ്സ് മന്ത്രിച്ച് നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കിയ ഒരു മേഖലകളിലേക്ക് എന്തുകൊണ്ട് നിങ്ങളെ പുരുഷന്മാരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? നിങ്ങൾ വിചാരിച്ചാൽ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് മാറ്റിയെടുത്ത് കൊണ്ടുവരാനല്ല ഞാൻ പറയുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സ് എൻ്റെ വീട്ടിലാണ്. കഴിഞ്ഞ 5 ദിവസം മുമ്പ് ഒരു വലിയൊരു സർജറി കഴിഞ്ഞ് 2 കൈയും പൊങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ, സാധാരണ ഏത് ഭാര്യയാണെങ്കിലും എന്തിന് നിങ്ങൾ ഈ പരിപാടി എടുക്കുമെന്ന് പറഞ്ഞ അല്പമെങ്കിലും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്ന അവസ്ഥ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ രാവിലെ പുറപ്പെടുമ്പോൾ ഈ വസ്ത്രം ധരിച്ചു പോയാൽ മതി എന്ന് പറയുന്ന ഒരു ഭാര്യയെ എനിക്ക് കിട്ടിയെന്ന സൗഭാഗ്യതലങ്ങളിൽ ഞാൻ ഏറ്റവും പിറകിലിരുന്ന് ഞാൻ എൻ്റെ ജീവിത നിയോഗത്തെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ഭർത്താക്കന്മാരെ കൂടെ നിന്നുകൊണ്ട്
നമ്മളെ മക്കൾ ശരിയാവണം, നമ്മളെ കുടുംബം നന്നാവണം, നമ്മുടെ പരിസരങ്ങൾ നന്നാവണം, നമ്മുടെ പരിസര പട്ടണങ്ങളിലെ അയൽക്കാർ നന്നാവണം. അപ്പുറത്തെ വീട്ടിലെ ഖദീജാൻ്റെ മകൾ ഒളിച്ചോടി പോകുമ്പോൾ ഇപ്പുറത്തെ വരാന്നില്ലെന്നിട്ട് അപ്പുറത്തെ വീട്ടുകാരോട് പറയാം, നീ അറിയില്ലേ ഓളെ മോൾ ഒളിച്ചോടിപ്പോയി എന്ന് ഒച്ചത്തിൽ പറയുന്നതിന് പകരം, പടച്ച തമ്പുരാനെ, ആ മകൾ പോയതിൻ്റെ ദുർഗതി എൻ്റെ നാട്ടിൽ ഇനി ഒരാൾക്കും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കാവുന്ന മനസ്സിലേക്ക് നിങ്ങളുടെ മനസ്സിലെ കൊണ്ടെത്തിക്കാൻ സാധിക്കണം. കാരണം ഇപ്പോൾ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, നിങ്ങളിവിടെ ഉണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അങ്ങനെ ഇല്ലാത്തൊരു മഹലിനെ പറ്റി ഞാൻ എവിടെയും കേട്ടിട്ടില്ല. നമ്മുടെ മക്കളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, നമ്മുടെ മക്കൾ സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമുക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥ. ഈ അവസ്ഥക്ക് മോചനം ഉണ്ടാകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സെക്ടർ സംവിധാനം ബലപ്പെടുത്തണം. ഈ സെക്ടർ സംവിധാനം മാസത്തിലൊരിക്കൽ നിങ്ങൾ യോഗം ചേരുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ സാമ്പത്തിക വിഷയങ്ങളും പുരോഗമന വിഷയങ്ങളും നവീനാശയങ്ങളും പറയുന്നതോടൊപ്പം നിങ്ങൾ മറ്റൊന്നും കൂടി കൂട്ടിച്ചേർക്കണം. എന്താണ് നമ്മുടെ പരിമിതികൾ? ആ പരിമിതികളെ മറികടക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കെന്താണുള്ളത്? അതിലേക്ക് കടന്നെത്താൻ നമുക്കെന്ത് സാധിക്കണം എന്നിത്യാദി ആലോചനകളായിരിക്കണം നിങ്ങളുണ്ടാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം അവിടെ ഒരു ഘടകമേയല്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം അവിടെ ഒരു ഘടകമേയല്ല. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ കക്കാട് ഒരു മഹലിൽ മഹൽ ശാക്തീകരണത്തിൻ്റെ ഇവാലുവേഷന് വേണ്ടി ഞാൻ പോയി. ഇവാലുവേഷന് വേണ്ടി പോയപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു തവണ പോയി നമ്മൾ പ്രസംഗിച്ചാൽ പിന്നെ പ്രസംഗിക്കാറില്ല. കാരണം പിന്നെ പ്രവൃത്തിയിലേക്ക് നമ്മൾ കയറ്റാം. ഞാൻ അവിടെ പങ്കെടുത്ത പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ ഒരു 10 വീതം സെക്ടറുകളാക്കി ഒരു ഗ്രൂപ്പാക്കി തിരിച്ചു കൊണ്ടുള്ള ഒരു ചർച്ച. ആ ചർച്ചയ്ക്ക് വേണ്ടി ഓരോ ഗ്രൂപ്പിനും ഒരു പേപ്പറും കൊടുത്തു, ഒരു വിഷയവും കൊടുത്തു. ഇപ്പുറത്ത് 3-4 പുരുഷന്മാരുടെയും 7-8 സ്ത്രീകളുടെയും ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പുകൾ ചർച്ച ചെയ്യുകയാണ്. ആ ഗ്രൂപ്പുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ മഹലിൻ്റെ വികസന തലത്തിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യത്തിന് അവർ ഉത്തരം എഴുതി തരികയാണ്. നിങ്ങളോട് പറയട്ടെ, ഞാൻ എൻ്റെ അന്ന് രാത്രി ഞാൻ എന്തുമാത്രം സന്തോഷത്തോടു കൂടി ഉറങ്ങിയെന്നറിയോ? കാരണം എന്താണെന്നറിയോ? 4ാം ക്ലാസ് മാത്രം പഠിച്ചൊരു സ്ത്രീ, ആ സ്ത്രീയാണ് ഒരു 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 കോർഡിനേഷൻ്റെ വിങ്ങിൻ്റെ എഴുതാൻ വേണ്ടി നിൽക്കുന്നത്. പേര് എഴുതുന്നത് ആ സ്ത്രീയാണ്. വളഞ്ഞ ഭാഷയിലാണ് എഴുതുന്നത്. അവരെഴുതി തന്ന ഏതാണ് 9ഓളം പദ്ധതികൾ ആ മഹലിൽ നടക്കുന്നത്. ഞാനത് കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, പെങ്ങളെ നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, സ്കൂളിൽ പോയിട്ടില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, സ്കൂളിൽ പോകാത്ത ഒരു സഹോദരി, 45 വയസ്സ് കഴിഞ്ഞൊരു സഹോദരി 9-ലധികം മേശകളിലിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് നവീനമായ ആശയങ്ങൾ എൻ്റെ മഹലിൽ നടപ്പിലാക്കാൻ ഇന്നത് സാധിക്കുമെന്ന് എഴുതിത്തരാൻ വിദ്യാഭ്യാസം, സ്കൂളിൽ പോകാത്ത വിദ്യാഭ്യാസം നേടിയ ആ സഹോദരിക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആയിരക്കണക്കിന് സഹോദരിമാരാൽ സമ്പന്നമായ ഒരു സമുദായമാണ് നമ്മുടെ സമുദായം. ആയിരക്കണക്കിന് സഹോദരിമാരാൽ സമ്പന്നമായ സമുദായം അവരുടെ ക്രിയാശേഷിയെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ മഹല്ല് കമ്മിറ്റിയും പരിസരങ്ങൾക്കും സാധിക്കാത്തിടത്തോളം നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ അബദ്ധത്തിൽ നിന്ന് തിരിച്ചു വരാൻ അവരെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ. ഒളിച്ചോട്ടമല്ല നമ്മുടെ വിഷയം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഖാവിനോട് പിണങ്ങരുത്. ഇപ്പം ഇന്നലത്തെ പത്രത്തിലൊരു വാർത്ത എന്താ കണ്ടെന്നറിയോ? 2 പേർ തമ്മിൽ വിവാഹം കഴിച്ചു. ഒരു ബഹുസ്വര സമൂഹത്തിൽ ആ വിവാഹത്തെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അവിടെ എനിക്ക് വിയോജിപ്പ് തോന്നിയൊരു മേഖലയുണ്ട്. എന്താണെന്നറിയോ? ഡോക്ടർ ഹഫീല അമലുമായി വിവാഹം നടത്തി, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കഴിച്ചു. പക്ഷേ ഹഫീല അവിടെ ഹിജാബ് മാറ്റിയില്ല. എനിക്ക് അവളോട് മതിപ്പല്ല തോന്നിയത്. ഹിജാബ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു മതവിശ്വാസത്തിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത്. ആ മതം പഠിപ്പിക്കുന്ന വിശ്വാസബോധ്യത്തിൻ്റെ അങ്കുലേപരിമിതമല്ലാത്ത അധ്യായങ്ങളെ തിരിച്ചറിയാനും അതനുസരിച്ചുകൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റിയെ സ്ഫുരിംഗമാക്കാനും സാധിക്കുന്ന ഹിജാബിൽ അവൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ആ ഹിജാബ് പഠിപ്പിച്ച ഒരു സമൂഹത്തിൻ്റെ വൈവാഹിക തലങ്ങളെ സംബന്ധിച്ച് ഡോക്ടറായ അഫീലക്ക് വിവരമില്ലാതെ പോയത് മതവിജ്ഞാനം കൊണ്ടല്ല, ഭൗതിക വിജ്ഞാനം പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ്. അത് പറഞ്ഞു കൊടുക്കാൻ ആ വിവാഹം നടത്തിയവർക്ക് സാധിച്ചുമില്ല. അതുകൊണ്ട് അവർ വിവാഹം നടത്തിയത് തെറ്റാണെന്നൊന്നും ഞാൻ പറയാനില്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ അത് തെറ്റാണെന്ന് പറയാൻ ഞാൻ സാധ്യമല്ല. പക്ഷേ അവൾ അണിഞ്ഞിരിക്കുന്ന ഹിജാബിനെ ഒരുപാട് ഉത്തേജിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കുമ്പോൾ അവിടെ
നഷ്ടപ്പെടുന്നത്, വികലമാക്കപ്പെടുന്നത് ഈ വിശ്വാസബോധത്തെ സംബന്ധിച്ചുള്ള അറിവിൻ്റെ ആഴക്കുറവാണ്. അത്രയും ഞാൻ അതിന് പറ്റും. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ഇത്തരം സംവിധാനങ്ങളിലൂടെ നടപ്പിലാക്കുമ്പോൾ പരസ്പര ബോധങ്ങളും പരസ്പര വിശ്വാസവും ആശ്വാസകരങ്ങളുമൊക്കെ ജനങ്ങളിലേക്ക്, മനുഷ്യ നന്മയിലേക്ക് എത്തിപ്പെടുന്നില്ല. മനുഷ്യ നന്മയിലേക്ക് എത്തിപ്പെടുമ്പോൾ എന്ന് പറയുമ്പം ജനിച്ചു വളർത്തിയ, പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മയെപ്പറ്റി ബോധ്യമുണ്ടാവണം. ഇന്നലെ വരെ ഞാൻ ജനിച്ചു വളർന്ന, എനിക്ക് വേണ്ടി മാത്രം ജീവിതം ത്യാഗം ചെയ്തിരിക്കുന്ന പിതാവിനെക്കുറിച്ച്, ഉമ്മയെപ്പറ്റി ഓർക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്ന് മെച്ചം. അപ്പോൾ ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവുമൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജീവിത സാഹചര്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന മനുഷ്യ നന്മയെ പ്രോത്സാഹിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ മഹൽ ശാക്തീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കേവലമായ ചില അടയാളങ്ങൾക്ക് വേണ്ടി വാശി കൂട്ടുന്നതിന് പകരം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നന്മകൾ പെറുക്കിയെടുക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. ആ നന്മകൾ എന്താണെന്നറിയോ? ആ നന്മകൾ പെറുക്കിയെടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞത്, അപ്പുറത്ത് സാമ്പത്തികമായി കഷ്ടത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അത് തൻ്റെ മനസ്സിലേക്ക് ഏറ്റുന്നത് ആ നന്മയുടെ ഭാഗമാണ്. അവിടെ ഒരു വയറുണ്ട്, അതാണ് സാർ. പോട്ടെ, ഒന്നും പറ്റിയില്ലല്ലോ, സാറില്ല. മാഷാ ഖൈർ. പക്ഷേ എനിക്ക് സാറോടൊരു ഒരു 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 വിയോജിപ്പുണ്ട്. എന്താ അറിയോ? ഞാൻ അന്നേരം അത് കെട്ടുമ്പം പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? പക്ഷെ നിങ്ങൾ പാതി വഴിയിൽ നിങ്ങൾ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചു. ആ കെട്ടുന്നത് മോശമാണെന്ന് കണ്ടെങ്കിൽ അപ്പം അത് കഴിക്കണമായിരുന്നു. അവിടെയേ ശാക്തീകരണം പൂർത്തിയാവും. അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ആളുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. നമ്മൾക്കൊരു സ്വഭാവമുണ്ട്, ആരെങ്കിലും മരത്തുമെന്ന് വീണിട്ടുമ്പം പറയും, ഓനോട് അന്നേരം ഞാൻ പറഞ്ഞിട്ട് ഏണി പിടിക്കാനുണ്ട്. ഈ ഏണി മറിഞ്ഞ് വീഴുമ്പോൾ ഒന്ന് കൈകൊണ്ട് പിടിക്കാൻ ആരും നോക്കൂല. പക്ഷെ വീണിട്ടമ്മൻ പറയും, ഇന്നോട് ഞാൻ അന്നേരേ പറഞ്ഞില്ലേ. ഒരു ഉപ്പിയും പറയും, അതിൻ്റെ കൂടെ കയറാൻ പാടില്ല. വേണ്ടത് അങ്ങനെയല്ല. അത് ശരിയല്ല എന്ന് തോന്നിയിരുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സിലത് തോന്നിയിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ചിട്ട് വടോ അതൊന്ന് മാറ്റിയെന്ന് പറയും. ഇത് പറയാൻ പാകപ്പെടുത്തലാണ് മഹൽ ശാക്തീകരണം. ഇത് ചെയ്യാൻ അവരവർ പ്രാപ്തമാക്കലാണ് മഹൽ സംവിധാനം. ആരാനോട് ചെയ്യാൻ പറയുന്നതിലല്ല. ഞാൻ എപ്പോഴും പറയുന്നില്ലേ, നമ്മളിപ്പം ഭർത്താക്കന്മാരുടെ വിഷയങ്ങളിലേക്കും ഞാൻ വരുന്നില്ല. എന്തുകൊണ്ട് പുരുഷന്മാരെ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല? ആരുടെ തകരാറാണ്? എന്നെ ഈ വഴിയിലേക്ക് കയറൂരി വിടാൻ ഒരു സ്ത്രീക്ക് അനുവാദം തരാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നിശബ്ദമായി ഒരു കുശാഗ്രമായി മാറി നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങളെ സ്വയം സഹിച്ചുകൊണ്ട്, അവരുടെ വേദനകളെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അവരെ നന്മയുടെ കൈവഴികളിലേക്ക് താങ്ങാകുമ്പോൾ എൻ്റെ വേദന സമാഹരിക്കും എന്ന് തിരിച്ചറിയുന്ന ഒരു സഹോദരിയാവാൻ, ഒരു ഭാര്യയാവാൻ, ഒരു ഉമ്മയാവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ മുമ്പന്തിയിൽ നിങ്ങളോടൊപ്പം ഈ പുരുഷന്മാരും ഉണ്ടാകും. ഞാൻ ആരും കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നില്ല. പൊതുവേ നമുക്കൊരു ധാരണയുണ്ട്. എന്താ അറിയോ? അത് പള്ളി കമ്മിറ്റിക്കാരോട് പറയുമ്പോൾ തന്നെ അവർ പറയും, പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും, ആണുങ്ങൾ വരില്ല. എന്താ ആണുങ്ങൾക്ക് എന്താ കൊമ്പ്? ആണുങ്ങൾക്ക് കൊമ്പ്? ആണുങ്ങളല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്നുള്ള നിലക്ക് ആ കുടുംബത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സങ്കടങ്ങൾക്കും പങ്കാളിയാകേണ്ടത് സ്ത്രീകൾ മാത്രമാണോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച വിഷയങ്ങൾ ഞാൻ പറയാം. അത് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറഞ്ഞപ്പോൾ നിർത്തിയത്. ലിറ്റർ ഈസ് ഓൺ ഡ്രിങ്കിങ് വാട്ടർ. നിസ്സാരമായ കാര്യമാണ്. ജലപാനം ആരോഗ്യത്തിൻ്റെ ആദ്യ പാഠം. ഞാൻ അന്ന് ചോദിച്ചു എന്നാണ് തോന്നുന്നത്, നിങ്ങളിൽ എത്ര പേർക്ക് ഒരു ദിവസം നിലനിന്ന് പോകാൻ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ഞാനന്ന് ചോദിച്ചു എന്നാണ് തോന്നുന്നല്ലേ? അന്ന് ചോദിച്ചു. ആരെങ്കിലും അതിന് ശേഷം ഒരു ഗ്ലാസ്സെങ്കിലും വെള്ളം കൂടുതൽ കുടിച്ചവരൊന്ന് കൈവെക്കാവും? എന്നാൽ എൻ്റെ ആ ഒരു ക്ലാസ് ഞാൻ അങ്ങനെ കണ്ണൂരിനെ വന്നിട്ട് എങ്ങനെ വെള്ളം കുടിക്കാമെന്നും വെള്ളം കുടിച്ചാൽ ഇങ്ങനെയൊക്കെ മഹാത്മ്യം ഉണ്ടാവുമെന്നും, ആ മഹാത്മ്യം ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ പോലും ഞാൻ വെള്ളമാണ് കുടിച്ചത്, അതുപോലെ അങ്ങനെ ആരെങ്കിലും ഒന്ന് പാലിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്താ ഈ പ്രസംഗം കൊണ്ടൊരു കാര്യം? കണ്ടിന്യൂഷൻ ഇല്ലാന്ന് അല്ലേ? അതിനെന്താ വഴി? ഞാൻ പറഞ്ഞു പ്രസംഗിക്കുന്നേ ഇല്ല. എന്താ അതിന് വഴി? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ദിവസം ഒരു 5 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കുന്നവർ ഒന്ന് കൈവെക്കുമോ? 5
പോട്ടെ, ഒരു 10 ഗ്ലാസ് കുടിക്കുന്നവരുണ്ടോ? ഉണ്ട് 10 ഗ്ലാസ്. പോട്ടെ, ഞാൻ ഈ 5 ഗ്ലാസ് കുടിക്കുന്നവരോട് എൻ്റെ ഒരു അപേക്ഷ, വരുന്ന ഒരു 3 മാസത്തിന് ശേഷം നിങ്ങൾ ഞാൻ 10 ഗ്ലാസ് വെള്ളം ഒരു ദിവസം, പച്ചവെള്ളത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ട്, വേറെ വെള്ളമൊന്നുമല്ല, പച്ചവെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൈവക്കും എന്ന് ഉറപ്പുള്ളവരെന്ന് കൈവക്കുമോ? മതി. പക്ഷെ ഇത് വെറും പൊക്കലാവരുത്. ഇത് സെക്ടർ മീറ്റിങ്ങുകളിലൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ടത് തമാശയാണെന്ന്. ഞാൻ നമ്മുടെ മത്സ്യാക്തി കേന്ദ്രത്തിന് ചാർട്ടുണ്ട്. ഒരു ചാർട്ട് എന്താണെന്നറിയോ? ഞാൻ എൻ്റെ പരിസരങ്ങളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് എങ്ങനെയാണെന്ന് പറയാം. എൻ്റെ വീട്ടിന് പരിസരമുള്ള ഒരു 10-16 കുട്ടികളെ വിളിച്ചു. ഞാനൊന്നൊരു സിറ്റണ്ട് ചായ കുടിക്കുന്ന ഞാൻ അതിൽ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ചായയിൽ നിന്ന് മാറിയെന്നുകൊണ്ട് ഏതാണ്ട് ഒരു 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുന്ന ഒരാളാണ്. 5 മണിയാകുമ്പോഴേക്കും ഞാൻ എൻ്റെ വെള്ളം തീർക്കും. പിറ്റേന്ന് രാവിലെ ഞാൻ വെള്ളം കുടിക്കുക. അതിൻ്റെ മൈനി മസിലൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. വേണമെങ്കിൽ അത് മാത്രം ക്ലാസ് എടുക്കുന്ന ഒരാളെ, അയാൾ 60-ലധികം ക്ലാസ് ഞാൻ എടുപ്പിച്ചിട്ടുണ്ട് അയാളെ കൊണ്ട്. അയാൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുതരാം. ഏത് വെള്ളം, എങ്ങനെയുള്ള വെള്ളം, എപ്പോൾ, എത്ര, എങ്ങനെ കുടിക്കണം എന്നുള്ളത്. ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കുമ്പോൾ 7 സുന്നത്ത് കിട്ടും എന്നുള്ള പാഠം പോലെ അയാൾ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെ 7 സുന്നത്ത് കിട്ടുന്നത് എന്നുള്ളത്? ആർക്കും 7 പറയാൻ പറ്റുമോ? 6 പറയാൻ പറ്റുമോ? 5 എണ്ണം പറയാൻ പറ്റുമോ? 4 എണ്ണം പറയാൻ പറ്റുമോ? പോട്ടെ, 3 എണ്ണം പറയാൻ പറ്റുമോ? 3 എണ്ണം പറയാം. ഒന്ന് പറഞ്ഞിട്ടെ, 3 ഏതാണ്? ആ മൈക്ക് കൊടുത്തോ. 3 എണ്ണം ഏതല്ല? ബിസ്മി കൂട്ടുക, ആ, ഇരുന്ന് കുടിക്കുക, ആ, പിന്നെ വലത് കൈ കൊണ്ട് കുടിക്കുക, പിന്നെ 3 പ്രാവശ്യമാക്കി കുടിക്കുക. ഒരു ഗ്ലാസ് വെള്ളം, അതായത് മുറുക്ക് കുടിക്കാത്ത. അപ്പോൾ 4 ആയി. പിന്നെ നമ്മുടെ നീയത്ത് ആഫിയത്തിന്. അതല്ലേ ബിസ്മി കൂട്ടല്? അല്ല, 2 വട്ടം പറ്റില്ല. ബിസ്മി ഒരിക്കലേ പറ്റുള്ളൂ. കിബിലക്ക് നേരെ നിന്ന് വെരി ഗുഡ്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കുടിക്കുക. ആ, ദെൻ അൽഹംദുലില്ലാ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ പറയുക. പിന്നെ എത്ര എണ്ണായി ഇപ്പോൾ? 6 ആയി. ആ, പിന്നെ വെള്ളത്തിൽ നോക്കി കുടിക്കുക. അതല്ല, ആ, അല്ല അങ്ങനെ പറഞ്ഞാൽ കുറേ കൂടും. കാരണം എന്ന് പറഞ്ഞാൽ ശ്വാസം എടുത്ത് ഞാൻ പറഞ്ഞത് ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഇത് നിസ്സാര കാര്യമാണ്. ഇത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അതിനെ കൃത്യമായി കുടിക്കാൻ ശീലിക്കുമ്പോൾ 7 സുന്നത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ 10 ഗ്ലാസ് കുടിക്കുന്നവർക്ക് 70 സുന്നത്ത് ഒരു ചിലവും ഇല്ലാണ്ട് കിട്ടിയില്ലേ? നിങ്ങൾ ആലോചിച്ച് കുറോ? ഒരു ചിലവും ഇല്ലാണ്ട് എന്തായാലും ചിലവ് വന്നതിന്. ഇരുന്ന് കുടിക്കുക, പടിഞ്ഞാറോട്ട് കുടിക്കുക, അതുപോലെ തന്നെ മുറുക്കി കുടിക്കുക, പിന്നെ ഗപ്പ് ഗപ്പായിട്ട് കുടിക്കുക എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ